നമസ്കാരം. ഗസയെ തരിപ്പണമാക്കാനുള്ള ഉത്തരവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഹമാസിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുകയാണ് ലക്ഷ്യം. യുദ്ധം നിർത്താതെ തന്നെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയും എന്നാണ് നെതന്യാഹുവിൻ്റെ മനസ്സിലിരിപ്പ്. മനുഷ്യരാശി ഇന്നേ വരെ കാണാത്ത ക്രൂരതയാണിത്. പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ എല്ലും തോലുമായിരിക്കുന്നു. അതിനിടയിൽ ഇറാനുമായി അമേരിക്ക ഒരു ആണവ കരാറിൽ എത്താനാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ചൈന സമ്പൂർണ്ണമായി പിടിമുറുക്കിയ ഹോങ്കോങ്ങിലെ അവസാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്ത് അസിലേക്ക് സ്വാഗതം. ഫലസ്തീനിലെ ഏറ്റവും പഴക്കം ചെന്ന ആശുപത്രിയാണ് ഗസയിലെ അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി. 1882 ആംഗ്ലിക്കൻ ചർച്ചാണ് ഇത് സ്ഥാപിച്ചത്. ഗസയിൽ പ്രവർത്തനം നിലക്കാതിരുന്ന ഏക ആശുപത്രിയായിരുന്നു ഇത്. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ ഈ ആശുപത്രിയിലും മിസൈലിട്ടു. ഗസയിൽ മനുഷ്യവാസം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ഗസയിലെ വനിതാ ഫോട്ടോഗ്രാഫർക്കാണ്. ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫറായ സമർ അബു അലൂഫാണ് അവാർഡിന് അർഹയായത്. ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട 9 വയസ്സുള്ള ഫലസ്തീൻ ബാലൻ്റെ ചിത്രത്തിനാണ് അവാർഡ്. മഹമ്മൂദ് അജൂർ തനിക്കിനി കൈകൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉമ്മയോട് ചോദിച്ചത് അങ്ങേ ഇനി എങ്ങനെയാണ് കെട്ടിപ്പിടിക്കാൻ കഴിയുക എന്നായിരുന്നു. കാലത്തോട് ഉറച്ച ശബ്ദത്തിൽ ഉച്ചത്തിൽ സംവദിക്കുന്ന ഒരു നിശബ്ദ ഫോട്ടോയാണിത് എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഗസയിലെ മറ്റൊരു ധീരയായ ഫോട്ടോഗ്രാഫർ ഇസ്രായേൽ ക്രൂരതയിൽ മരണത്തിന് കീഴടങ്ങി. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർക്ക് വിലക്കുള്ള ഗസയിൽ നിന്ന് ഇസ്രായേൽ വംശഹത്യയുടെ പൊള്ളുന്ന ചിത്രങ്ങൾ ലോകത്തെ കാണിച്ച ധീരയായ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്നു ഫാത്തിമ ഹസൂന. 18 മാസത്തെ കൂട്ടക്കൊലകൾ, കുടിയിറക്കൽ എന്നിവയെല്ലാം കൃത്യമായി ഒപ്പിയെടുത്തിരുന്നു അവൾ. താൻ മരിക്കുകയാണെങ്കിൽ ഉച്ചത്തിലുള്ള ഒരു മരണം വേണം, വെറും ബ്രേക്കിംഗ് ന്യൂസോ ഒരു കൂട്ടത്തിലുള്ള സംഖ്യയോ ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഹസൂന സമൂഹമാധ്യമത്തിൽ കുറിച്ചിരുന്നത്. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഹസൂനയുടെ മരണം. ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളും കൊല്ലപ്പെട്ടു. യുദ്ധം തുടങ്ങിയ ശേഷം ഗസയിലെ ഫാത്തിമയുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുള്ള ഡോക്യുമെൻ്ററി ഫ്രാൻസിലെ സ്വതന്ത്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും എന്ന പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറിനിടെയാണ് ഫാത്തിമ കൊല്ലപ്പെടുന്നത്. 200-ലധികം മാധ്യമപ്രവർത്തകർ ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. വൻ പ്രതിഷേധമാണ് ലോകത്താകെ ഇതിനെതിരെ ആഞ്ഞടിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് US-ലെ ഹാവാർഡ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹാവാർഡും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണിപ്പോൾ. ഗസയ്ക്കു വേണ്ടി ഹാവാർഡ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതാണ് കാരണം. ഹാവാർഡിലെ വിദ്യാർത്ഥികളെ നയിക്കുന്നത് ഹമാസ് അനുകൂല പ്രത്യയശാസ്ത്രമാണെന്ന് ട്രംപ് പറയുന്നു. ഇവരെ പുറത്താക്കുകയും ഗസ അനുകൂല നിലപാടുകൾ തിരുത്തുകയും ചെയ്തില്ല എങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അംഗീകാരം തന്നെ എടുത്തുകളയും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. സർവകലാശാലയ്ക്കുള്ള ഫണ്ടും ട്രംപ് റദ്ദാക്കുന്നു. കീഴടങ്ങില്ല എന്നാണ് ഹാവാർഡിൻ്റെ നിലപാട്. ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി മാത്രം ഇസ്രായേൽ തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളിയിരിക്കുകയാണ്. ഹമാസിനെ നിരായുധീകരിക്കണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. ഈജിപ്തും അമേരിക്കയും പരമാവധി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഹമാസ് വഴങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് ഗസയിൽ ചോരപ്പുഴ ഒഴുക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത്. ഇസ്രായേലിന് കൂടുതൽ ആയുധം നൽകാൻ അമേരിക്കയും തീരുമാനിച്ചു. സഞ്ചാരികളുടെയും വ്യവസായികളുടെയും ഇഷ്ടകേന്ദ്രമായിരുന്ന ഹോങ്കോങ് വിവരസാങ്കേതിക വിദ്യയുടെ ആസ്ഥാനം. പക്ഷേ സ്വതന്ത്ര ഹോങ്കോങ് ഇല്ലാതാവുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഹോങ്കോങ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ ഹോങ്കോങ്ങിനെ ചൈന പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ് പാർട്ടിയും പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. 1841 മുതൽ ബ്രിട്ടീഷ് കോളനിയായിരുന്നു ഹോങ്കോങ്. 1997 ഒരു കരാറുണ്ടാക്കി ബ്രിട്ടൻ ഹോങ്കോങ് ചൈനയ്ക്ക് കൈമാറിയത്. ചൈനയും ബ്രിട്ടനും സംയുക്തമായി നടപ്പാക്കിയ കരാർ പ്രഖ്യാപനം അനുസരിച്ച് 2047 വരെ ഹോങ്കോങ്ങിന് സ്വയംഭരണ അവകാശമുണ്ടായിരുന്നു. പക്ഷേ ചൈന കരാറിലെ കാര്യങ്ങളെല്ലാം മറക്കുകയാണ്. 2014 മുതലാണ് ചൈന ഹോങ്കോങ്ങിനുമേൽ കൂടുതൽ പിടിമുറുക്കി തുടങ്ങിയത്. അന്നു മുതൽ ജനങ്ങളുടെ പ്രതിഷേധവും ആരംഭിച്ചു. 2019 മുതൽ പ്രതിഷേധം ശക്തമായി.
ഹോങ്കോങ്ങിലെ കേസുകളിൽ പ്രതികളാകുന്നവരെ വിചാരണയ്ക്കു വേണ്ടി ചൈനയിലേക്ക് അയക്കാൻ തീരുമാനിച്ച ചൈനീസ് നിയമമായിരുന്നു കാരണം. അന്നത്തെ സമരം നീണ്ടുനിന്നത് 6 മാസമാണ്. പക്ഷേ എല്ലാ പ്രതിഷേധങ്ങളെയും ചൈന അടിച്ചൊതുക്കി. കഴിഞ്ഞ വർഷം ചൈന പാസാക്കിയ പുതിയ ദേശീയ സുരക്ഷാ നിയമം ഹോങ്കോങ്ങിലെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ പൗരാവകാശങ്ങളും ഇല്ലാതാക്കുന്നതായിരുന്നു. വിയോജിപ്പിന്റെ ശബ്ദം ഉയർത്തുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തി കടുത്ത ശിക്ഷ നൽകുന്നതാണ് നിയമം. ചൈന അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് ഹോങ്കോങ് നിയമസഭ ഇപ്പോൾ. പുതിയ നിയമം പാസ്സായതോടെ പത്രങ്ങൾ പലതും പൂട്ടി. പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു. പാർട്ടികളെ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കി. അതോടെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് വിത്ത് us പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.